പൊന്നാര നബിതങ്ങൾ പറയുന്നു, ലോകത്ത് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചത് എന്റെ പൊന്നുമോള് ഫാത്തിമ പിറന്ന ദിവസമാണ്. എന്റെ പൊന്നുമോൾ, എന്റെ തങ്കക്കുടം പിറന്ന ദിവസമാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു പോയതെന്ന് ലോകത്തിന്റെ നബിയേ, മദീനയുടെ മണമേ, മണപ്പിന്റെ ഗുണമേ, പച്ചക്കുപ്പയുടെ താരകമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കുമ്പോ ആ മഹദിക്ക് റസൂലുള്ള കൊടുക്കുന്ന കുടുംബജീവിതത്തിന്റെ ഉപദേശം. മദ്രസയിൽ 5 വരെ പഠിച്ചു, 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ മോളെ ഇനി ആരും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് പൊന്നുമോളെ അഹങ്കാരത്തോടെ കല്യാണപ്പന്തലില് പറന്നു വിടല്ല ഉമ്മ. എല്ലാം പഠിച്ച ഫാത്തിമ, എല്ലാ ഗുണങ്ങളുമുള്ള പൊന്നുമോൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം കണ്ടോ. ഒന്നാമത്തെ ഉപദേശം എന്താണ്? പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, ഭർത്താവിന്റെ വീട്ടിലേക്ക് നിക്കാഹ് കഴിഞ്ഞ് നീ പോയാൽ അനുസരണയില്ലാത്ത അഹങ്കാരിയായി നീ മാറരുത്. എന്നാൽ അങ്ങനെ മാറിയാൽ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് നിന്നെ ശിക്ഷിക്കും. നബി മുഹമ്മദ് മുസ്തഫ 2 കാര്യമാണ് പറഞ്ഞത്. അനുസരണയില്ലാത്തവളായാലും കുഴപ്പമില്ല, പക്ഷേ അനുസരണയില്ലാത്ത അഹങ്കാരിയാവരുത്. അനുസരണയില്ലായ്മ പെണ്ണിനുള്ളതാണ്, അത് സംഭവിക്കും. സ്വർഗത്തിൽ നിന്ന് പഴം തിന്നില്ലെന്ന് പറഞ്ഞു, തിന്നൂല, ഉറപ്പായിട്ട് തിന്നൂല എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോ അതിനെ ഇവരെടുത്ത് പറഞ്ഞു കയറി പറിക്കാൻ പറഞ്ഞു, പറിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പഴം അടത്തിട്ടു, 2 പേരും കഴിച്ചു, 2 പേരും സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അപ്പൊ അനുസരണക്കേട് പെണ്ണിലുള്ളതാണ്. ആ അനുസരണക്കേടിനെ അല്ല ഇവിടെ പറഞ്ഞത്, അഹങ്കാരത്തോടെ അനുസരിക്കാതിരിക്കുക. ചില പെണ്ണോട് പറയും, ഇത്തിരി ചായം കിട്ടെ, ഇക്കാഞ്ഞ ഇപ്പൊ പറ്റൂല, ഞാൻ ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഇത് അഹങ്കാരമില്ലാത്ത അനുസരണക്കേടാ. എന്നാൽ ഇത്തിരി ചായം കൊണ്ടിട്ടടി എന്ന് പറഞ്ഞു, എവിടെയും പോട്ടും ചായ. ഇത് അനുസരണയില്ലാത്ത, അഹങ്കാരത്തോടു കൂടിയുള്ള അനുസരണയില്ലായ്മ. ഇത് അപകടമാണ്. ഇങ്ങനെ ഒരു സ്വഭാവം ഒരു പെണ്ണിന് വന്നാൽ അല്ലാഹു ദാരിദ്ര്യം, എത്ര കോടീശ്വരനാണ് ഭർത്താവെങ്കിലും, എത്ര വലിയ കൊട്ടാരമാണ് നീ മണിക്കിണർ പള്ളിയുടെ പരിസരത്ത് കെട്ടിയതെങ്കിലും, മോനെ, അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തന്ന് ശിക്ഷിക്കുന്നതാണ്. അതൊരു ശിക്ഷയായിട്ടല്ല തരും, പരീക്ഷണമായിട്ടല്ല. പരീക്ഷണമായിട്ട് കൊടുത്തല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. ശരിക്ക് ദാരിദ്ര്യമായിരുന്നു. തന്റെ മാരടത്തിൽ നിന്നും മക്കൾക്ക് കുടിക്കാൻ പാലില്ലാതെ പാല് വറ്റിയിട്ട് രക്തം വന്ന ദിവസമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പൊന്നുമോൾ അവസ്ഥയായി പറഞ്ഞു. പാല് വറ്റിയിട്ട് രക്തം വന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ. നമ്മളൊക്കെ എത്ര ഭാഗ്യവതികളാ സഹോദരിമാരെ. ആലോചിക്ക്, ഭർത്താവ് കൊണ്ടുതരുന്നതെല്ലാം വാങ്ങിക്കഴിച്ച് സന്തോഷമുള്ള വീട്ടിന്റെ അകത്ത് രാജകുമാരിയെ പോലെ കഴിയുമ്പോഴും നിന്റെ കട്ടിലിനടിയിൽ മുസല്ല വലിച്ചെറിയുന്നില്ലേ? ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ, ഈ പട്ടിയുടെ അത്രയുള്ള ഖുർആൻ മുതൽ ലാപ്ടോപ്പിന്റെ അത്ര വരെയുള്ള ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ട്. എല്ലാം ഇങ്ങനെ ഷോക്കേഴ്സിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഒന്നെടുത്തു നോക്കാൻ, ഒരു തബാറക്കല്ലദി ഓതാൻ, ഒരു അർറഹ്മാൻ ഓതാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് കഴിഞ്ഞു. അള്ളാഹു ചെയ്ത അനുഗ്രഹം എത്ര വലുതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അഹങ്കരിച്ചോ? ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ. അഹങ്കാരം തൊട്ട് തീണ്ടാത്ത ജീവിതവും കൊണ്ട് പരിശുദ്ധിയോടെ കടന്നുപോയ അല്ലാഹുവിന്റെ റസൂലിന്റെ കരളേ ഫാത്തിമ റളിയല്ലാഹു അൻഹ അനുസരണയില്ലാത്ത അഹങ്കാരിയായി നിങ്ങൾ മാറരുത്. ഇന്ന് ഏറ്റവും അധികം അഹങ്കരിക്കുന്ന പെണ്ണ് ഏത് പെണ്ണെന്നറിയും? പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പണക്കാരെ കെട്ടിക്കൊണ്ടുപോയ പെണ്ണ. ചില ചെറുപ്പക്കാർ വിചാരിക്കും, ഉസ്താറെ സ്ത്രീധനവും കൈമണിയും കൈക്കൂലിയും ഒന്നുമില്ല, നല്ല ഒരു പെണ്ണ് വേണം. അങ്ങനെ ചെന്നു, പെണ്ണ് കാണാൻ ചെന്നപ്പോ മഫ്തയെ കെട്ടി നിൽക്കണപ്പോ യോം വിചാരിച്ച് എവളക്കാലം വലിയ ദീൻ വേറെ ലോകത്തെങ്ങ് കാണൂല, അപ്പോഴേ കൈ കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്നു, സന്തോഷമായിട്ട് വന്നു. കുടിലിൽ നിന്ന് വലിയ വലിയ മാളികയിലേക്ക് ജീവിതം കൊണ്ടുവന്നു. അവിടെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കുമ്പോ 4 മൊബൈല്, 5 മെമ്മറി കാർഡ്, 100 സിം ഒക്കെ മച്ചെടുത്ത് കൊടുത്ത് സെറ്റപ്പായി. വീട്ടിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ. കുടുംബ വീട്ടിലാണെങ്കിലോ റേഡിയോ പോലും ഇല്ല. ആകാശവാണിയിലെ വാർത്ത കേൾക്കുമ്പോ കൊള്ളിയാൻ മിന്നാണെങ്കിൽ വാർത്ത പറയാൻ ആൾ അപ്പോഴേ മരിച്ചു പോകും. അങ്ങനത്തെ റേഡിയോ ഉണ്ട്. എന്നാൽ ഭർത്താവിന്റെ വീട്ടിലോ എല്ലാ സൗകര്യങ്ങളും, എല്ലാ സംവിധാനങ്ങളും. ഭാര്യയുടെ വീട്ടിൽ കുളിക്കാൻ കുളിമുറിയിൽ ഷവറാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ കുളിമുറിയിൽ ഷവറ. അങ്ങനെ ഒരുപാട് മാറ്റം.
ഒരുപാട് മാറ്റം. ഈ പെട്ടെന്ന് ഈ മാറ്റത്തിലേക്ക് വരുന്ന പെണ്ണ് പിന്നെ മൊത്തത്തിൽ ഒരു അഹങ്കാരത്തിന്റെ പ്രതീകമായി മാറാൻ സാധ്യതയുണ്ട്. അത് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വീട്ടിൽ വരുമ്പോ തന്നെ നൊന്തു പ്രസവിച്ച ഉമ്മായെ കണ്ടാൽ അറിയൂല, ഉപ്പായെ കണ്ടാൽ അറിയൂല, തന്റെ കുടുംബത്തിന്റെ ഗതികേടോർത്ത് ചിന്തിക്കൂല, അതിനെ ഓർത്ത് സങ്കടമില്ല. പിന്നെ പെണ്ണിന് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. പിന്നെ പെണ്ണ് ഉമ്മായോട് സംസാരിക്കുന്നതൊക്കെ ഇച്ചിരി ഇച്ചിരി ഇംഗ്ലീഷൊക്കെ കലർത്തിയിട്ടാണ്. വാപ്പാക്ക് ഗുഡല്ലേ, ഉമ്മ പറയും ഗുഡല്ല പുട്ടാണ്ട. ഇതൊക്കെ ചോദിക്കുക. കാരണം എന്താ? ഇംഗ്ലീഷ് പറയുന്നത് അഹങ്കാരം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഇത്രയും നാളും തന്റെ ഉമ്മയോട് സംസാരിച്ച രീതിയല്ല, പിന്നെ ഇച്ചിരി മെച്ചപ്പെട്ട ഒരു മോഡലിലൊക്കെയാണ് വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്യുക. ഇതൊരു പെണ്ണിന് ചേർന്നതല്ല, ഇതൊരു പെണ്ണിന് ചേർന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാണ്, പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. പെണ്ണഹങ്കരിച്ചാൽ വല്ലാത്ത അപകടമാണ് മോളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ തകബ്ബറ വലഅഹുല്ലാ, മൻ തകബ്ബറ വലഅഹുല്ലാ. ആര് അഹങ്കരിക്കുന്നവോ കരുണക്കടലാറ പടച്ച റബ്ബ് അവരെ താഴ്ത്തുന്നതാ, അവരെ നശിപ്പിക്കുന്നതാ. ലോകത്താര് അഹങ്കരിച്ചിട്ടുണ്ടോ അവരൊക്കെയും നശിച്ചിട്ടുണ്ട്. സിനിമാ നടി സൗന്ദര്യം എവിടെ? സിനിമാ നടി സൗന്ദര്യം എവിടെ? അഭിമുഖത്തിൽ പറഞ്ഞതല്ലേ, 100 കൊല്ലം എന്റെ സൗന്ദര്യത്തിന് ഒരു കേടുപാടും വരൂല എന്ന അഭിമുഖത്തിൽ സൗന്ദര്യ എന്ന സിനിമാ നടി പറഞ്ഞു. 100 കൊല്ലം പോയിട്ട് ആ പറഞ്ഞ വാക്കു പറഞ്ഞിട്ട് 100 ദിവസം പോലും ജീവിക്കാൻ അള്ളാഹു അനുവാദം അവസരവും കൊടുത്തില്ല. അതിനു മുമ്പ് വിമാനം കപ്പിക്കരിഞ്ഞ് ചാരമായി സൗന്ദര്യ എന്ന സിനിമാ നടി അന്തരീക്ഷത്തിൽ നിന്ന് പറന്ന് നിലത്തേക്ക് വീണു. ഇപ്പൊ സഹോദരിമാര് പറഞ്ഞു, ശരി നടി, ഉസ്താദ് പറഞ്ഞു ശരിയാ, ഞാൻ വായിച്ചതാ. ഇതൊക്കെ ഓർമ്മ കാണും. സൗന്ദര്യയും ശ്രീവിദ്യയും ശ്രീദേവിയും ഒക്കെ ഓർമ്മ കാണും, മോനിഷയൊക്കെ ഓർമ്മ കാണും. സിനിമാ നടി മരിച്ചാലും സിനിമാ നടൻ മരിച്ചാലും പെട്ടെന്ന് ഓർമ്മ വരും, ബാക്കിയുള്ളതൊക്കെ അങ്ങ് മറന്നുപോകും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആലോചിച്ച് നോക്കി, അഹങ്കാരം ആർക്ക് വന്നാലും, എന്തിന്റെ പേരിലാണെങ്കിലും, സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിലും സമ്പത്തിന്റെ പേരിലാണെങ്കിലും രക്ഷയില്ല. അവരെ അല്ലാഹു തരം താഴ്ത്തും, നശിപ്പിക്കും. ഖുർആൻ പറഞ്ഞതോ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതോ, നരകത്തിന്റെ 1ാമത്തെ കവാടമുണ്ടല്ലോ, ആ 1ാമത്തെ കവാടമാകുന്ന ജഹന്നം അല്ലാഹു കൊടുക്കുന്നതാർക്കാണ്? വഇദാ ഖീല ലഹും ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒരു വിഭാഗം ജനങ്ങളോട് പറഞ്ഞാൽ അവരതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. വഹസ്ബുഹു ജഹന്നം വലബിഇസൽ മിഹാദ്. അഹങ്കാരത്തോടെ പിന്തിരിയുന്നവർ അവർക്ക് അള്ളാഹുവിന്റെ നരകമാണ്. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളെ മുഴുവനും അള്ളാഹു ലോകത്ത് നശിപ്പിച്ച ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെണ്ണ് അഹങ്കരിച്ചാൽ പിന്നെ വീട്ടിന്റെ അകത്ത് കിടന്ന ഒരു ആട്ടമാണ്. പാത്രം പറക്കി എറിയുന്നു, അത് പറക്കി എറിയുന്നു. നിങ്ങൾ പെണ്ണിന്റെ ശബ്ദം അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് നിൽക്കണം. ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല. ഒരിക്കലും ഒരു വീട്ടിലും പെണ്ണഹങ്കരിക്കാൻ പാടില്ല. പെണ്ണിനൊരു വില കൂടിയ ചെരുപ്പ് കിട്ടിയാൽ പിന്നെ 10 പേര് കാണുന്ന രീതിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കൂ. ഈ ചിന്ത വരരുത്. വില കൂടിയതൊക്കെ ധരിച്ചു, ചിന്ത വരരുത്. പിന്നെ എത്ര മോശമായ വസ്ത്രധാരണ രീതികൾ. ഇതൊക്കെ ഇടുമ്പോ ചില സഹോദരിമാർക്ക് അഹങ്കാരം വരും. വില കൂടിയ പളുങ്കുപോലെയുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണിന് അഹങ്കാരം വരല്ലേ. വർണ്ണ തെളിവൊളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തിലെ സുന്ദരി ഖദീജത്തിൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സുന്ദരി ഖദീജത്തിൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. ഷാമിൽ കച്ചവടപ്പിന് പോയി മുഹമ്മദ് സല്ലല്ലാഹ്. ഷാമി കഴിക്കാനായി കാത്ത് ഖദീജ റളിയല്ലാഹ്. കണ്ണിൽ എണ്ണയൊഴിച്ച് കാലെ കൂട്ടി ഒരുങ്ങിയിരുന്ന് നോക്കി കണ്ണ് കടച്ചു കുഴഞ്ഞല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട പെണ്ണാരാ? റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ പ്രീതി പിടിച്ചു പറ്റിയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അവസാനമോ
അഹങ്കരിച്ചോ പ്രിയപ്പെട്ടവരെ? എല്ലാ നബിതങ്ങൾക്ക് വാരിക്കോരി, ദീനിന് വേണ്ടി വാരിക്കോരി, യുദ്ധത്തിൽ പെട്ടുപോയവർക്ക് തന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തു. ലോകത്തിന്ന് വരെ ഒരു പെണ്ണിനും ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുത്ത സമ്പാദ്യം പടച്ച റബ്ബ് കൊടുത്തിട്ടില്ല. ഈ ഖദീജ ബീവിയെയും കാണാം. ഹജ്ജിന് പോകുന്നവർക്ക് ആ ഖബർ കാണാം. സുബ്ഹാനല്ലാഹ്, പച്ച മണ്ണിൽ കിടക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മഖാമിനടുത്തു പോയാൽ അറിയാതെ കണ്ണു നിറഞ്ഞു പോകും. നബിതങ്ങൾ ഒരുപാട് സ്നേഹിച്ച പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ പൊരുത്തം വാങ്ങിയ പ്രിയപ്പെട്ടവളായിരുന്നു ഖദീജ. മരണപ്പെടുന്ന സമയത്തോ കഫം പുടവ തികഞ്ഞില്ല. ഇദ്ഖർ പുല്ലെന്ന് പറയുന്ന പുല്ല് കൊണ്ടുവന്ന് കാലിൽ വെച്ച് കണ്ണീരോടെ അല്ലാഹുവിന്റെ റസൂല് കഫം പൊതിഞ്ഞു പൂർത്തിയാക്കി. ഇത് പ്രസംഗത്തിന്റെ മൊഞ്ചിന് വേണ്ടിയുള്ള വാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത കാര്യമാണ്. ആലോചിക്കണം. അഹങ്കരിക്കാൻ എന്ത് യോഗ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്? നിങ്ങൾ ചിന്തിച്ച്, എന്ത് യോഗ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട് അഹങ്കരിക്കാൻ? എല്ലാവരും വലിയ ഇച്ചിരി കാശുണ്ടാക്കിയാൽ പിന്നെ പള്ളി വേണ്ട, പള്ളിക്കൂടം വേണ്ട, മദ്രസ വേണ്ട, ഒന്നും വേണ്ട. എല്ലാ മേഖലയിലും പിടികൂടിയിരിക്കുകയാണ് ഈ അഹങ്കാരം. എന്തർഹത നമുക്കുണ്ട്? എന്റെ നാട്ടിൽ അബ്ദുൽ ഫത്താഹ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ ഭാര്യ 4 മക്കളുണ്ട് അവർക്ക്. അവര് മരിച്ചത് എങ്ങനെയാണെന്നറിയോ? കിഡ്നി തകരാറ് വന്നിട്ടല്ല, ക്യാൻസർ വന്നിട്ടല്ല, പനി വന്നിട്ടാ. പനി 10 ദിവസം പനി പിടിച്ച് കിടന്നു. 11ന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്നു. 4 മക്കളിൽ മൂത്തയാള് ഖുർആൻ ഹിഫ്ള് പഠിക്കുകയാണ്. പിന്നീട് ഞാൻ അവരെ കണ്ടപ്പോൾ ഒരുപാട് നാളായില്ല, 3-4 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. പിന്നീട് ആ പിതാവായ എന്റെ സുഹൃത്തിനെ കണ്ടപ്പോ എങ്ങനെയുണ്ട്? അപ്പോൾ പറയുകയാണ്, എന്റെ പൊന്നുമോൻ കുളിക്കുന്നതിന് വേണ്ടിയല്ലാതെ, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയല്ലാതെ, മലമൂത്ര വിസർജനത്തിന് വേണ്ടിയല്ലാതെ എന്റെ തങ്കക്കുടം ഖുർആൻ നിലത്ത് വെച്ചിട്ടില്ല. ഓരോ അധ്യായം ഓതി തീരുമ്പോഴും ഇതെന്റെ ഉമ്മിച്ചാടെ ഖബറിലെത്തിക്കണേ റബ്ബേ, ഇതെന്റെ ഉമ്മാടെ ഖബറിൽ കൊടുക്കണം, എന്റെ ഉമ്മിച്ചാന്റെ ഖബറിൽ കൊടുക്കണം. എന്നെ പൊന്നുപോലെ നോക്കിയ എന്റെ ഉമ്മാന്റെ ഖബറിന്റെ കത്ത് കൊടുക്കണമെന്ന് ആ പൊന്നുമോൻ 14 വയസ്സിനകത്ത് പ്രായമുള്ള ആ പൊന്നുമോന് പറഞ്ഞു പോകുന്നെങ്കിൽ എന്റെ മണിക്കിണറിലെ ഉമ്മ, നീ മരിക്കുമ്പോ ഖുർആനിന്റെ ഒരായത്തോരാൻ ഒരു കുഞ്ഞിനെ നിനക്കെടുക്കാനുണ്ടോ? എത്ര മക്കളെ പ്രസവിച്ചു ഉമ്മ? അവിടെയാണ് നമ്മുടെ പരാജയം. അവിടെയാണ് ഒന്നിനും ഒരു കുറവില്ല. ഏറ്റവും വലിയ കുറവ് അവിടെയാണ് നമുക്ക് വരുന്നത്. ആലോചിക്കണം. അള്ളാഹു നല്ല മക്കളെ തരട്ടെ. നമ്മൾ മരിച്ചാൽ ഖുർആൻ ഓതുന്ന, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന കുടുംബത്തെ, മക്കളെ അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് അഹങ്കരിക്കാൻ ഒരു യോഗ്യതയും നമുക്കില്ല. 100 കോടിയല്ല, 1000 കോടിയല്ല, ലക്ഷക്കണക്കിന് കോടി രൂപ നിങ്ങൾ സമ്പാദിച്ചാലും അഹങ്കരിക്കാനുള്ള യോഗ്യതയില്ല. അതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് അസ്തമിച്ചു പോകും. അതിന് അള്ളാഹുവിന് അറിയാലോ. ചെറിയ രോഗം പോലെ എല്ലാം കഴിയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അഹങ്കാരത്തിന് നിൽക്കണ്ട. അള്ളാന്റെ റസൂൽ അഹങ്കരിച്ചിട്ടില്ല. ലോകത്തിന്റെ നായകൻ തന്റെ പുഞ്ചിരി കൊണ്ടാണ് ലോകത്ത് ജനങ്ങളെ കൊണ്ടുവന്നത്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വശ്യചാരിതയാർന്ന പുഞ്ചിരിയും റസൂലുള്ളാഹിയുടെ താഴ്മയുള്ള ഇടപെടലും കൊണ്ടാണ് സഹാബത്ത് സമാധാനത്തോടെ പൊന്നാര നബി തങ്ങളുടെ മുമ്പിൽ വന്നത്. ഇല്ലെങ്കിൽ വരാനവർക്ക് കഴിയില്ലായിരുന്നു. അപ്പൊ ഒന്നാമത്തേതാ, ഭാര്യമാരൊരിക്കലും അഹങ്കരിക്കാം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് അഹങ്കരിക്കാമോ ഉസ്താദെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് രണ്ടുപേരും കൂടിയാ പറഞ്ഞത്. പെണ്ണ് അഹങ്കരിച്ചാ തകർന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അവളോട് പറഞ്ഞത്. കുടുംബത്തിൽ ഒരു ഭാര്യമാരും അഹങ്കരിക്കാൻ പറ്റില്ല. ഭർത്താവിന് നല്ല കാശുണ്ട് എങ്കിൽ ദ്വാരക്ക് അള്ളാഹു കാശ് അധികരിപ്പിച്ചു തരട്ടെ, പള്ളിക്ക് കൊടുക്കാൻ കഴിയട്ടെ, ദീനിന് കൊടുക്കാൻ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ റസൂൽ തന്റെ തങ്കക്കുടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്തു നോക്കിയിട്ട് പറയുന്നു, മോളെ ഫാത്തിമ, ഭാര്യ എന്ന നിലയിൽ
ഭാര്യ എന്ന നിലയിൽ ഒരു ഭർത്താവിന്റെ അടുത്തേക്ക് നീ കടന്നു ചെല്ലുമ്പോ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? നീ കാരണമായി ആ ഭർത്താവിനെ വിഷമിപ്പിക്കല്ല പെണ്ണേ ഫാത്തിമ. നീ കാരണമായി ഭർത്താവ് വിഷമിച്ചു പോയാൽ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നത് വരെ ഫാത്തിമ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്. നീ കാരണം നിന്റെ ഭർത്താവ് പിണങ്ങിപ്പോയാൽ ആ ഭർത്താവ് ഇണങ്ങുന്നത് വരെ നിന്റെ അമല് റബ്ബ് സ്വീകരിക്കൂല. എവിടെ ആ കഥ ആലോചിച്ച് നോക്കി. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിനോട് നീ മനഃപൂർവ്വം പിണങ്ങല്ലേ. എന്നാൽ ഇണങ്ങുന്നത് വരെ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരു ദിവസം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലി റളിയല്ലാഹു അൻഹു പിണങ്ങി. രണ്ടുപേരും തമ്മിൽ, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പിണങ്ങുമല്ലോ. ഇതങ്ങനെ സാധാരണയുള്ള ചെറിയ പിണക്കമാണെന്ന് കരുതി കുറെ സമയം കഴിഞ്ഞിട്ടും അലി റളിയല്ലാഹു അൻഹു ഇണങ്ങുന്നില്ല. സുബ്ഹാനല്ലാഹ്. പിണക്കം കാര്യമായോ? കളി കാര്യമായോ? എന്റെ ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ലല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടുത്തു പോയെന്ന് ചിരിച്ചു, ശരീരത്തൊക്കെ തൊട്ടു നോക്കി, തടവി നോക്കി, ചിരിച്ചു നോക്കി, കളിപ്പിച്ചു നോക്കി, ചിരിപ്പിച്ചു, ഒരു രക്ഷയില്ല. ഗൗരവമുള്ള മുഖം. ഇസ്ലാമിന്റെ പുലിക്കുട്ടിയാണ് അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുമ്പ് നിന്ന് കരയാൻ തുടങ്ങി. 70 പ്രാവശ്യം, മറ്റൊരു ഹദീസിൽ 80 പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവിന്റെ ചുറ്റും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പല രൂപത്തിലും കോലത്തിലും ചിരിച്ചും ചിരിപ്പിച്ചും ഒക്കെ ഇങ്ങനെ കറങ്ങി. എന്തിനാ? അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ചിരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അലി റളിയല്ലാഹു അൻഹു ഇണങ്ങുന്നില്ല. അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ പിണക്കം തീർന്നപ്പോൾ ഇലാ ഹളറത്തി റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നബിയേ, ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്, ഒരു സന്തോഷം അങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു എന്നോട് പിണങ്ങിയിരുന്നു നബിയേ, എന്നോട് പിണങ്ങിയിരുന്നു തങ്ങളെ. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇണങ്ങിയത്. ആ പിണക്കം തീർന്ന സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്ന് എന്റെ സഹോദരിമാര് ചിന്തിക്കണേ. റസൂലുള്ളാഹിയുടെ കരളെന്നല്ലേ പറഞ്ഞത്, റസൂലുള്ളാഹിയുടെ തങ്കക്കുടമെന്നല്ലേ പറഞ്ഞത്. അള്ളാന്റെ റസൂൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ഈ മഹദി പിറന്നപ്പോഴെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇതാ ഭർത്താവിനോട് പിണങ്ങിയിട്ട് ആ പിണക്കം മാറ്റി ഇണങ്ങിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ആ ഭർത്താവിന്റെ കൂടെ പിണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നീ മരിച്ചിരുന്നത് എങ്കിൽ മാ സല്ലൈതു ബികിയാ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ കാണൂല ഫാത്തിമ. ഭർത്താവിന്റെ കൂടെ പിണങ്ങിയിരിക്കുമ്പോഴാണ് പൊന്നുമോളെ നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ കാണൂലെന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതല്ല വാരി വലിച്ച് സന്തോഷത്തോടെ വാങ്ങിവെക്കാനല്ലാതെ അതിന് പകരം ഇന്ന് വരെ പിരിച്ചെന്തു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ആലോചിക്കേണ്ട വിഷയമാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. എത്ര ദിവസം നിന്റെ ശല്യം കാരണം മരിച്ചാ മതി എന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലല്ലോ, ഇവിടെ സമാധാനമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോട് തലയിൽ കൈയും വെച്ച് വീടിന്റെ സിറ്റ് ഔട്ടില് എത്ര ദിവസം എന്റെ മണിക്കിണറിലെ പെങ്ങളെ നിന്റെ ഭർത്താക്കന്മാര് വന്നിരുന്നിട്ടുണ്ട് മോളെ. അല്ല പൊറുക്കൂല പൊന്നേ,
അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഒരിക്കലും നിന്റെ ഭർത്താവിന് നീ പിണക്കല്ലേ ഫാത്തിമ. നീ കാരണമായിട്ട് പിണങ്ങിയാ ഇണങ്ങുന്നത് വരെ നിന്റെ ഒരു അഅ്മാലുകളും അല്ലാഹു സ്വീകരിക്കൂല ഫാത്തിമ. ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ ഹബീബ് പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാമത്തെ കാര്യം, ഇന്ന് എല്ലാ സ്ത്രീകൾക്കും ഉള്ള കാര്യം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഭാര്യമാർക്കുമുള്ള മൂന്നാമത്തെ രോഗം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ ഭർത്താവ് എവിടെയെങ്കിലും പോയി ജോലിയും മറ്റ് തിരക്കുകളും ആവശ്യങ്ങളും കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വന്നാൽ മുഖം കറുപ്പിച്ചുകൊണ്ട്, മുഖം വലിച്ചിറക്കി വെച്ചുകൊണ്ട്, ഗൗരവമുള്ള പ്രകൃതത്തോടെ ആ ഭർത്താവിനെ സ്വീകരിക്കല്ലേ ഫാത്തിമ. ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ മുഖവും വലിച്ചിറക്കി ഇങ്ങനെ ഗൗരവത്തോടെ അതാ വിചാരിക്കും, ഇത് എന്ന് വന്നാൽ ഇവള് ഇങ്ങനെ നിന്നല്ല, ഒരു സന്തോഷവുമില്ല. ഇങ്ങനെ ഭർത്താവ് സങ്കടം വന്ന് ഇറങ്ങി പോവാൻ പാടില്ല. ഇന്നെല്ലാ കുടുംബജീവിതത്തിലും സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ്. ഭർത്താക്കന്മാര് കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുക. അവര് വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ എങ്ങനെ നിന്നു കൊടുക്കേണ്ടത്? നമ്മളെങ്ങനെ വളരെ സന്തോഷമായിട്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ഏട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാ. എന്തൊരു സന്തോഷമുള്ള സംഭവമെന്നറിയോ? ഗർഭവതിയായ സമയത്ത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട അലിയേ, എനിക്കൊരു സാധനം വേണം, അവിടത്തോട് പറഞ്ഞാ വാങ്ങിക്കൊണ്ടു തരൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ചോദ്യമാണ് ഫാത്തിമ? ഇന്നുവരെ നിക്കാഹ് കഴിഞ്ഞ് ഈ സമയം വരെ ഒരു കാര്യവും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഭാര്യമാരെയൊക്കെ കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യമാണ്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് മറ്റത് വേണം, മറിച്ചു അങ്ങനെയൊന്നും പറയണ്ടെന്നല്ല. അങ്ങനെ പറയാത്ത ഒരു ഭാര്യയെ കിട്ടിയെങ്കിൽ വലിയ പാടാണ്, അങ്ങനെയൊന്നും കിട്ടൂല. എന്നാലും അങ്ങനെ കിട്ടിയാൽ അതൊരു വലിയ തൗഫീഖാണ്. പരലോകത്ത് അല്ലാഹു സ്വർഗത്തിൽ നമ്മെ ഒരുമിപ്പിച്ച് തരുമാറാകട്ടെ. വളരെ സന്തോഷമാണ് ഇസ്ലാമിക കുടുംബജീവിതം. അങ്ങനെ ചോദിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു, ഞാൻ ചോദിച്ചാ അവിടത്തേക്ക് സങ്കടാവോ? എനിക്കൊരു സാധനം വേണം. അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോൾക്ക് മറുപടിയായി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ എന്താണ് നിനക്ക് ആവശ്യമുള്ളത്? ഗർഭവതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റുമ്മാമ്പഴം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് പിന്നെ ഈ ഗർഭ സമയത്താണെങ്കിൽ അത് വേണം, ഇത് വേണം, പുളിച്ചയ്ക്ക് വേണം, മാങ്ങ വേണം, കാരയ്ക്ക് വേണം, പേരയ്ക്ക് വേണം, നെല്ലിക്ക വേണം, ഇതൊക്കെ പറഞ്ഞ ഈ മൊയിലിയാക്ക സജാദ് ഹുസൈൻ എവിടെ പോയുണ്ട്, ജാമ്പയ്ക്കൊക്കെ എവിടെ പോയി? ഇതങ്ങനെ ഏതെങ്കിലും ഭാര്യമാർക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഇത് അള്ള കൊടുക്കണതാ. ആ സമയത്ത് അവർക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നുക. ചിലപ്പോ രാത്രി 1 മണിക്ക് പറയും, എനിക്കിപ്പോ വരിക്കച്ചക്ക വേണം, കിട്ടുമെന്ന്. അത് കൊണ്ടു കൊടുക്കേണ്ട ഭർത്താക്കന്മാരെ കടമയാ. ചുമ്മാ വാപ്പാന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഇതൊക്കെ വേണം. പേരയ്ക്ക, വരിക്കച്ചക്ക, വെണ്ടയ്ക്ക, അമരയ്ക്ക, ഇതൊക്കെ ചോദിക്കും. ചില പെണ്ണുങ്ങളുണ്ടല്ലോ പണി കിട്ടാൻ വേണ്ടി പറയും, എനിക്കത് വേണം, തട്ടുദോശ വേണം, കിട്ടുമോ? അങ്ങനെ പറ്റൂല. ആവശ്യത്തിനുള്ള ഒരു മര്യാദയ്ക്ക് ഉണ്ടല്ലോ, തോന്നുന്നതേ ചോദിക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടുകൂടെ ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ മടിത്തട്ടിൽ കൊണ്ടുതരാൻ മണിക്കിണറിന്റെ പരിസരത്തുള്ള ഭർത്താക്കന്മാർക്ക് ഇന്ന് അല്ലാഹു കഴിവ് കൊടുത്തിട്ടില്ലേ? ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ പരിചയപ്പെട്ട എല്ലാ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ അതനുസരിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നവരാണ്. അബൂദാബിയിൽ മരണപ്പെട്ടുപോയ, വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയ മലബാറുകാരനായ ഒരു സഹോദരൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കാർഗോയിൽ കുറെ സാധനം വീട്ടിലേക്ക് അയച്ചു. കാരണം ഞാൻ വീട്ടിലെത്തുമ്പോ അത് സാധനം നാട്ടിലെത്തട്ടെ, അതിനുവേണ്ടി ചുമന്നുകൊണ്ട് വരണ്ടല്ലോ. അങ്ങനെ ഒരുപാട് സാധനം ഡോർ ടു ഡോർ ആയിട്ട് അവിടെ നിന്ന് അയച്ചു. എന്നിട്ട് അദ്ദേഹം വരുന്നതിന്റെ തലേ ദിവസം അവിടെ അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയ സഹോദരങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. നാട്ടിൽ വന്ന് ഉമ്മയെ കാണാൻ, മക്കളെ കാണാൻ, ഉപ്പയെ കാണാൻ, പിറന്ന മക്കളെ പോലും കാണാതെ വിദേശ രാജ്യത്ത് ജയിലിൽ കിടക്കുന്നവരുണ്ട്. പിറന്ന മക്കളെ പോലും കാണാതെ. എനിക്കറിയാം ഒരു സഹോദരനെ, 3.5 വർഷമായി ആ സഹോദരൻ ഗൾഫിൽ പോയിട്ട് ആകെ നഷ്ടത്തിലാ, അകത്ത് ജയിലിലായിരുന്നു. 3.5 വയസ്സുള്ള ഒരു പൊന്നുമോളുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോളെ കാണാൻ വേണ്ടി
അവസാനം ജയിൽ മോചനായ ആ സഹോദരൻ വന്ന് ആ പൊന്നുമോളെ കണ്ടപ്പോഴുണ്ടല്ലോ മണിക്കൂറുകളോളം തറയിലിറക്കാതെ നെഞ്ചിൽ ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു പോയ മോൾക്കറിയാൻ വയ്യ വാപ്പയാണ്, ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് ആരാ എടുത്തതെന്ന് നോക്കറിയില്ല. എങ്കിലും മോള് കിടന്ന് കരച്ചില്ല. ഇയാള് കരച്ചിലോട് കരച്ചിൽ വിടുന്നില്ല മോളെ. കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ്. എത്രയോ പേര് ഇന്നും അകലങ്ങളിൽ കഴിയുന്നുണ്ട്. പോയിട്ട് ഒരു വിവരവുമില്ലാതെ കഴിയുന്നവരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടു. നാട്ടിൽ മയ്യത്ത് കൊണ്ടുവന്നു. അടക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം വരിക. ഉമ്മാക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടി വാങ്ങിവെച്ച സാധനം അവിടുന്ന് കാർഗോയിൽ സാധനം വന്നു. അതിലൊരു പെട്ടി. ആ പെട്ടിയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കാണ്. പെട്ടി മാറിപ്പോകാതിരിക്കാൻ വരുന്നതിനു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പെണ്ണെ നിനക്ക് തരാനുള്ളതെല്ലാം തെരഞ്ഞു പിടിച്ച് വാങ്ങി പെട്ടിക്കകത്ത് വെച്ചിട്ട് ഭാര്യയുടെ പേരെഴുതിയിട്ട് കൊതിയോടെ കാത്തിരുന്നവനല്ലേ. നമ്മളെ ഭാര്യമാരോ അതിങ്ങോട്ട് കൊണ്ടു കൊടുക്കുമ്പോ ഇതേ ഉള്ളോ എന്ന് പറഞ്ഞെടുത്ത് അങ്ങോട്ട് എറിയല. അവന്റെ മനസ്സ് തകർന്നു. ഒരു കർച്ചീപ്പാണെങ്കിലും ഒരു കീറിയ തുണ്ടം വെച്ച ഷാളാണെങ്കിൽ പോലും പെണ്ണേ നിന്റെ ഭർത്താവ് കൊണ്ടു തന്നാൽ 2 കൈയും നീട്ടി സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് സ്വീകരിക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തരുവോ എനിക്കൊരു റുമ്മാമ്പഴം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തു ചോദ്യമാണ് ഫാത്തിമ, എവിടെ കിട്ടിയാലും പൊന്നേ ഫാത്തിമ ആ റുമ്മാമ്പഴവും കൊണ്ടേ ഞാൻ ഈ വീട്ടിൽ വരുള്ളൂ. അന്ന് റുമ്മാമ്പഴത്തിന് ക്ഷാമമുള്ള സമയം. അലി റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ നടന്നുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടിന്റെ മുറ്റത്താണ്. അലിയാര് തങ്ങൾ നടന്നു പോകുന്നു. അകലങ്ങളിലേക്ക് മാഞ്ഞുപോയി. ഒരുപാട് ദൂരം യാത്ര ചെയ്തു. സുബ്ഹാനല്ലാഹ്, അവസാനം ഒരു റുമ്മാമ്പഴം കയ്യിൽ കിട്ടി. സന്തോഷമായി. വീരപ്പുലിയുടെ ശൗര്യം ചോർന്നു പോയില്ലല്ലോ, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞല്ലോ. ആ റുമ്മാമ്പഴവും കൊണ്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന വഴിയിലോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ അള്ളാന്റെ ഹബീബിന്റെ സഹാബത്തിൽപ്പെട്ട അലിയേ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന റുമ്മാമ്പഴം എനിക്ക് തരുമോ? അതിനെനിക്ക് വല്ലാത്ത കൊതിയുണ്ട് തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു ഇൽമു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹിച്ച അറിവിന്റെ രാജകുമാരൻ, അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോളയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പരിശുദ്ധ ജീവിതം നയിച്ച പുണ്യമണവാളനെ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയാണ്, എന്റെ ഫാത്തിമ വിഷമിക്കുമോ? എന്റെ ഫാത്തിമാക്ക് അന്വേഷിച്ച് നടന്നു കിട്ടിയ റുമ്മാമ്പഴമാണ്. ഇത് കഴിച്ചില്ലെങ്കിൽ, ഇത് കിട്ടിയില്ലെങ്കിൽ പിണങ്ങുമോ, കരയുമോ, സങ്കടപ്പെടുമോ? ഇത് ഞാൻ കൊണ്ടുകൊണ്ടെങ്കിൽ ഈ റുമ്മാമ്പഴം കയ്യിൽ വാങ്ങുമ്പോ എന്റെ ഫാത്തിമയുടെ മുഖം കാണാ എത്ര ഭംഗിയായിരുന്നനെ. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അറപ്പുകൂടാതെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയ ആ ഫക്കീറാര മനുഷ്യന്റെ കയ്യിലേക്ക് ആ റുമ്മാമ്പഴമങ്ങ് വെച്ചുകൊടുക്കുകയാണ്. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ നടത്തത്തിന് വേഗത കുറഞ്ഞു. എങ്ങനെയാണ് ഇനി എന്റെ ഫാത്തിമയുടെ മുഖത്ത് നോക്കുന്നത്? അത് കിട്ടുമെന്ന ഉറപ്പോടെ എന്നെയും കാത്തിരിക്കുമ്പോ എങ്ങനെ കടന്നു ചെല്ലും? വല്ലാത്ത സങ്കടത്തോടെ നൊമ്പരത്തോടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തെ ചവിട്ടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു തന്റെ കുടിലേക്ക് നടന്നു വരുമ്പോൾ
വീടിന്റെ മുമ്മറപ്പിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന റസൂലുള്ളാഹിയുടെ കരള് സ്വർഗത്തിന്റെ റാണി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. ഒന്ന് വന്നിരുന്നു എങ്കിൽ ആ റുമ്മാമ്പഴമൊന്ന് കിട്ടിയിരുന്നു എങ്കിൽ അതൊന്ന് കഴിച്ചിരുന്നു എങ്കിൽ എന്റെ കൊതി തീർന്നിരുന്നെങ്കിൽ, എന്റെ ആഗ്രഹം തീർന്നിരുന്നെങ്കിലെന്ന് കൊതിയോടെ ചിന്തിച്ച് കാത്തിരിക്കുമ്പോ അതാ ദൂരത്ത് നിന്ന് അലി റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. വല്ലാത്ത പുഞ്ചിരി മനസ്സിന്റെ അകത്ത് വന്നു, വല്ലാത്ത സന്തോഷം മനസ്സിൽ പൊട്ടിവിടുന്നു. നോക്കുമ്പോ അടുത്തടുത്ത് വരുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. വലത്തെ കയ്യിലൊന്നുമില്ല, ഇടത്തെ കയ്യിലൊന്നുമില്ല. റബ്ബേ എന്നെ നിരാശപ്പെടുത്തിയോ റബ്ബേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകൾ പൊട്ടി ഒഴുകി. ആദ്യമായി തന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞ ഒരാഗ്രഹമല്ലേ, മണിക്കിണറിലെ പെങ്ങളെ, നിങ്ങളാണെങ്കിൽ ഏതവസ്ഥയാണ് പെങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. അത് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ അത്ര താല്പര്യത്തോടെ ഒരു ആഗ്രഹം പറഞ്ഞു, അത് നിങ്ങളുടെ ഭർത്താവ് രാത്രി വരുമ്പോ മറന്നുപോയി പെണ്ണേ എന്ന് പറഞ്ഞാ നിങ്ങൾ പിണങ്ങൂലേ, നിങ്ങൾ തർക്കിക്കൂലേ, നിങ്ങൾ പിണക്കം നടിക്കൂലേ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ കിടക്കൂലേ, നിങ്ങൾ ദിവസങ്ങളോളം മുഖം വലിച്ചിറക്കൂലേ, നിങ്ങൾ കണ്ണുരുട്ടൂലേ. അള്ളാന്റെ ഹബീബിന്റെ പൊന്നുമോള് പൊട്ടിക്കരഞ്ഞപ്പോൾ ചിന്തിക്കുകയാണ്, റബ്ബേ കരയാൻ പാടില്ലല്ലോ. എന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? എന്റെ നിക്കാഹിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് പറഞ്ഞതെന്താണ്? ഫാത്തിമ, നിന്റെ ഭർത്താവ് എവിടെ പോയി ഏത് യാത്ര കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് മടങ്ങി വന്നാൽ മുഖം കറുപ്പിച്ചുകൊണ്ട് കണ്ണീരോടെ സങ്കടത്തോടെ സ്വീകരിക്കല്ലേ ഫാത്തിമ എന്നല്ലേ പറഞ്ഞിരുന്നത്. പിന്നെ എങ്ങനെയാണ് കരഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കണ്ണീര് തുടയ്ക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അടുത്തെത്തിയപ്പോ ഫാത്തിമ ബീവി നോക്കുന്ന കൈകളിൽ റുമ്മാമ്പഴമില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വേണ്ട അലിയേ, ഈ കിട്ടാത്തതിൽ എനിക്ക് സങ്കടമില്ല, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ. ആ ഒരു വാക്കു മാത്രമാണ് പറഞ്ഞു പോയതെങ്കിൽ എന്റെ മണിക്കിണറിലെ എത്ര ഭാര്യമാര് ഭർത്താക്കന്മാരോട് ആവശ്യമില്ലാതെ പിണങ്ങയിട്ടുണ്ട് പെണ്ണ്, നിന്റെ പ്രിയതമനോട് ആവശ്യമില്ലാതെ എത്ര രാത്രികളില് തർക്കിച്ചിട്ടുണ്ട് പെണ്ണേ. കരഞ്ഞുപോയ കണ്ണീര് തുടച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ പൊന്നുമോള് പറയുന്നു, അലിയെ നിങ്ങൾ സങ്കടപ്പെടല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വേദനിക്കല്ലേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, വഴിയിൽ വെച്ച് റുമ്മാമ്പഴം എനിക്ക് കിട്ടിയതാണ്, പക്ഷേ ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കേണ്ടി വന്നു ഫാത്തിമ. ആ കാര്യം കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അയാൾക്ക് നിങ്ങൾ ഒരു റുമ്മാമ്പഴമാണ് കൊടുത്തതെങ്കിൽ സ്വർഗത്തിന്റെ 10 റുമ്മാമ്പഴം തിന്ന രുചി എന്റെ നാവിൽ വന്നു അലിയേ. ആ ഒരു റുമ്മാമ്പഴം പോട്ടെ, അതിന് പകരം എന്റെ റഹ്മാനായ പടച്ച റബ്ബ് സ്വർഗത്തിന്റെ 10 റുമ്മാമ്പഴം എനിക്ക് തന്നതിന്റെ സ്വാദ് ഞാൻ അറിയുന്നു അലിയേ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞു പോരെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുടുംബജീവിതം കളിയല്ല, ഭർത്താവുമൊത്തുള്ള ജീവിതം തമാശയല്ല. നിന്റെ മനസ്സും തമ്മിൽ ചേർന്നുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെട്ട രീതിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ സന്തോഷമാണ് മോളെ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭർത്താവിന്റെ തൃപ്തിയുള്ള, ഭർത്താവിന്റെ പൊരുത്തമുള്ള ഭാര്യ അവൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറന്നു പോകുന്ന പറവകൾ അവൾ
അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് വാനലോകത്തിന്റെ മാലാഖമാര് പ്രാർത്ഥിക്കുന്നു. സമുദ്രത്തിന്റെ അടിയിലൂടെ ഊളിയിടുന്ന മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെണ്ണ്, അത് നിനക്ക് ലഭിച്ച ഭാഗ്യമല്ലേ? ഭർത്താവിനോട് മുഖം കറുപ്പിക്കാറ്, ഭർത്താവിനോട് തർക്കിച്ചു കയറാറ്, ഭർത്താവിനോട് വഴക്കിടാറ്, ഭർത്താവിനെ സങ്കടപ്പെടുത്താറ്. സന്തോഷത്തോടെ ജീവിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത കാര്യം അള്ളാന്റെ റസൂല് പറയുന്നത് പ്രസവവുമായി ബന്ധപ്പെട്ട്. അള്ളാന്റെ ഹബീബ് പറയുന്നു, ഒരു ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ കുഞ്ഞിന് 2 വയസ്സുവരെ പാല് കൊടുത്ത് ആ കുഞ്ഞുമായി സന്തോഷമായിട്ട് കഴിയുന്ന 2 വർഷക്കാലം ഭർത്താവിനെ സങ്കടപ്പെടുത്താതിരുന്നാൽ ഷഹീദിന്റെ കൂലി ഒരു ഭാര്യയ്ക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹോദരിമാരെ ആലോചിച്ച്, ഭർത്താവിന്റെ പൊരുത്തത്തിൽ ഗർഭവതിയായിരിക്കുമ്പോഴും ഭർത്താവിനോട് തർക്കിച്ചില്ല, പ്രസവിച്ചപ്പോഴും തർക്കിച്ചില്ല. അത് കഴിഞ്ഞ് കുഞ്ഞു വന്നു. കുഞ്ഞിന് 2 വയസ്സുവരെ മുലപ്പാല് കൊടുക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും ആ കാലയളവ് പെട്ടെന്ന് പെണ്ണിന് ദേഷ്യം വരുന്ന സമയമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. കാരണം എങ്ങനെ ദേഷ്യം വരിക? ഭാര്യ പ്രസവിച്ചു, ഭാര്യയും കുഞ്ഞു റൂമിനകത്ത് കിടക്കും. അപ്പൊ കുഞ്ഞിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണരുമല്ലോ. ഉണരുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോ, ആരും ഇല്ല, ഇച്ചിരി നോക്കാം കുഞ്ഞിന്റെ എത്തി ആട്ടിൽ, ഞാൻ ഇപ്പൊ എത്തി കണ്ണിൽ ഉറക്കം വന്നുള്ളൂ, അതിനു മുമ്പ് അവനാണ് പാപ്പാര സ്വഭാവം തന്നെ, ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യ വെളിയിലേക്ക് വരുമ്പോ ഭർത്താവ് എവിടാ? ഇറയത്ത് ഫാനൊക്കെ ഇട്ട് ഷൂവായിട്ട് കൂർക്കം വലിച്ച് പറഞ്ഞു. ഇത് കാണുമ്പോ ഭാര്യ അല്ലാഹു അക്ബർ, എന്തൊരു സ്നേഹമുള്ള ഭർത്താവ് പറയൂലേ? പറയും. കാരണം എന്താ? ഈ സമയത്ത് അവനൊന്ന് കുഞ്ഞിനെ ആട്ടിക്കൊടുത്തെങ്കിൽ പറയുന്നു. ഭർത്താക്കന്മാർക്ക് കുഞ്ഞിനെ ആട്ടിക്കൂടാന്ന പുതിയ നിയമം. അത് ഭാര്യമാരെ ജോലി. റംല, പിന്നെ കുഞ്ഞു കരയാ, പെട്ടെന്ന് പോ. കുഞ്ഞു കരഞ്ഞാ പെട്ടെന്ന് താത്ത എന്നോണം, കാക്കാക്ക് എന്നൂടാ. കുഞ്ഞിനെ എടുക്കണം. കുഞ്ഞിനെ ചിരി നല്ല താരാട്ട് പാട്ടൊക്കെ പാടിക്കൊടുക്കണം. നമ്മൾ ആലോചിച്ച നമ്മുടെയൊക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കി, എത്ര മനോഹരമായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ, എത്ര രസമായിരുന്നു നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുഞ്ഞുമക്കളെ പാട്ട് പാടി. ലാ ഇലാഹ ഇല്ലല്ലാഹു. എല്ലാ നാട്ടിലും ഒരേ മോഡലാ താരാട്ട് പാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പാടണേക്ക്. ഇന്നത് മോഡൽ മാറ്റി കായങ്കൂളം കൊച്ചുണ്ണിക്ക് സമയമായി ഇല്ലല്ലാഹ്, കാണാക്കീനാവു തുടങ്ങ നേരമായി സല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു താരാട്ട് പാട്ട്. സന്ധ്യ നേരാകുമ്പോ ഉറക്കി കിടത്തിയ സമാധാനമായിട്ട് ശല്യമില്ലാതെ സീരിയൽ കാണാലോ. സഹോദരിമാരെ ആലോചിക്കണേ, പെട്ടുപോകരുത്. കുഞ്ഞുമക്കൾ ഇത് കേട്ടാ വളരാനുള്ളത്, ഇത് കേട്ട് വളരണം. ഉപ്പമാരൊക്കെ പോയി കുഞ്ഞിനെ കൊന്നെടുത്ത് ചെറിയ ഒരു സഹായം തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണം. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ചെയ്യുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഏത് കുഞ്ഞാണെങ്കിലും തൊട്ടിലിന്ന് കൈയെടുക്കുക, അപ്പോഴേ ഉണർന്നിരിക്കും. കൈവച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ കിടക്കും. പതുക്കെ വന്ന് അപ്പോഴേ അവൻ ഉണരും. ഇത് കുഞ്ഞുങ്ങളുടെ ഒരു ശാസ്ത്രമാണ്. ഉമ്മ തൊട്ടിലിന് കൈയെടുത്ത അപ്പോഴേ അവൻ വിളിക്കും. അതുകൊണ്ട് പുതിയ തൊട്ടിലായി. ഇപ്പം ഒരു തൊട്ടിൽ മാറ്റിട്ട് അടുത്ത പ്രസവം വരെ ആട്ടം മതി. അടുത്ത പ്രസവം വരെ ആടിക്കൊണ്ടിരിക്കും, പിന്നെ ഓഫാക്കണം. ഏതായാലും സഹോദരങ്ങളെ, ഈ സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യമാണ് ഗർഭവതിയാവുക എന്നതും പ്രസവിക്കുക എന്നതും. ഐഷാ ബീവി റളിയല്ലാഹു അൻഹ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ മരിച്ചുപോയ പെണ്ണാണ്. മക്കളില്ലാത്തവരേതെങ്കിലും പെൺകുട്ടികൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അവര് സങ്കടപ്പെടേണ്ട പെങ്ങളെ. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ടവളായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൂട്ടുണ്ട്. പക്ഷേ പ്രസവിച്ച പെണ്ണേ, അല്ലാഹു നിനക്ക് തരുന്നത് വലിയ ഒരു ഭാഗ്യമാണ്. ഇന്ന് പ്രിയപ്പെട്ട സഹോദരിമാരിൽ 90% സ്ത്രീകൾക്കും ഗർഭാശയ ക്യാൻസർ. വലിയ രോഗം. കുഞ്ഞുമക്കൾ 1 വയസ്സ് 2 വയസ്സാകുമ്പോൾ ഉമ്മ മരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് ഉമ്മയില്ലെങ്കിൽ ആരെ നമ്മൾ പകരം വെക്കും? നിങ്ങൾ ആലോചിച്ച്, ആരെ പകരം വെക്കും? വളർന്നു പോയതിനു ശേഷമാണെങ്കിൽ
മക്കൾക്ക് 10-20 വയസ്സായി, ഇതിനുശേഷമാണ് ഉമ്മ മരിച്ചതെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ഉമ്മാടെ ഒരു സഹകരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അവസരം അവർക്ക് കിട്ടും. 2 വയസ്സുള്ളപ്പോ, 2.5 വയസ്സുള്ളപ്പോ, 3 വയസ്സുള്ളപ്പോഴൊക്കെ മരണപ്പെട്ടാലോ സുബ്ഹാനല്ലാഹ്, അത് വല്ലാത്ത സങ്കടം തന്നെ. വലിയ വലിയ രോഗങ്ങൾ, കഠിനമുള്ള രോഗങ്ങൾ, അള്ളാഹു ഇന്ന് ഈ ലോകത്തിന് വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ രോഗങ്ങൾ, അത് കുടുംബത്തിന് വന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ചിന്തിച്ചോ, അള്ളാഹു തന്ന അനുഗ്രഹത്തിന് പഴി പറയല്ലേ. ആ സമയത്ത് ഭർത്താവിനെ വണങ്ങി, ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. ഭർത്താക്കന്മാരോ, ഭാര്യമാര് പ്രസവിച്ചാൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തണം. ഇല്ലാതെ ഭാര്യ പ്രസവിച്ചു എന്നറിയുമ്പോ കുപ്പിയെടുക്കല്ല വേണ്ടത്, കള്ളുകുടിക്കല്ല വേണ്ടത്. കൂട്ടുകാരോട് പറയുന്നു, മോനാണ് പിറന്നത്, ആൺകുട്ടിയാണ്, അതുകൊണ്ട് നമുക്കിന്ന് കുപ്പിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളുകുടിക്കാൻ പാർട്ടി നടത്തുകയല്ല എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ടത്. ഏറ്റവും അധികം നമ്മൾ സന്തോഷിക്കുന്നതൊക്കെ ആൺമക്കൾ പിറക്കുമ്പോഴാണല്ലോ. പെൺകുട്ടി പിറന്ന സന്തോഷം പെൺകുട്ടി പിറക്കുന്നത് വലിയ ഭാഗ്യമാണ്. ഏറ്റവും നല്ല നല്ല വലിയ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു ഒരു മോളെങ്കിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് 3 ആൺമക്കളാണ് തന്നത്. അതിന്റെ വിഷയത്തിൽ ഞാൻ ഇന്നും ഖേദിക്കുകയാണ്. ഒരു മോള് കുടുംബത്തിന്റെ ബറക്കത്താണ്. ഒരു മോള് വീട്ടിലൊരു പെണ്ണുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മോശമായ കാര്യമൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ, നിങ്ങൾ സമ്മാനപ്പൊതി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരുമ്പോ ആദ്യം ആൺകുട്ടിയും പെൺകുട്ടിയും വീടിന്റെ വാതിൽ നിൽക്കുകയാണെങ്കിൽ ആർക്ക് ആദ്യം കൊടുക്കണം? ഈ പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ, അവനല്ല സമ്മാനം ആദ്യം കൊടുക്കേണ്ടത്. സ്വലാത്തു മറന്നുപോയ പെങ്ങളെ, മനസ്സുകൊണ്ടൊരായിരം സ്വലാത്തു മദീനയുടെ പുണ്യമണവാളൻ അയച്ചോ. അള്ളാന്റെ റസൂല് പറയുന്നു, വാപ്പ വാങ്ങിക്കൊണ്ടുവരുന്ന സമ്മാനം ആദ്യം കൊടുക്കേണ്ടതാർക്കാ? മോനല്ല, മോൾക്കാണ്. നിന്റെ പെൺകുട്ടിക്കാണ് കൊടുക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പെണ്ണിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ആൺകുട്ടി പിറന്നാലും പെൺകുട്ടി പിറന്നാലും സന്തോഷിച്ചോ. സന്തോഷിക്കുമ്പോ കള്ളുകുടിയും പെണ്ണുകുടിയും അല്ല സന്തോഷം. പാർട്ടി നടത്തിയില്ലെങ്കിൽ പിന്നെ എന്ന് കൂട്ടുകാരിങ്ങനെ പറയുമ്പോ നമ്മൾ പറഞ്ഞ് വിഷമിക്കണ്ട, ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി, ഇച്ചിരി ചെലവൊക്കായി പൈസ, അതുകൊണ്ട് താമസിച്ചതായെന്ന് പറയാറുണ്ട്. പക്ഷേ ഹറാമിന് വേണ്ടി കൂട്ടുനിൽക്കരുത്. എത്രയോ കുടുംബത്തിൽ പിറന്നു വീഴുന്ന മക്കള് അപ്പോഴത്തന്നെ മരണപ്പെടുന്നു മോനെ. 9.5 ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്ത് തേമ്പാമൂട് ഭാഗത്ത് ഒരു പ്രിയപ്പെട്ട കുടുംബത്തിന് ഡോക്ടർ പറഞ്ഞത്. 9.5 ലക്ഷം രൂപ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞത്. പൈസ ഒരുപാട് സ്ഥലത്ത് പോയി ഭർത്താവ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ ഭാര്യയും കുഞ്ഞും ഒരുപോലെ മരണപ്പെട്ടു. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആ മക്കളുടെ കളിയും ചിരിയും കണ്ട് സന്തോഷത്തോടെ ജീവിച്ചു മരിക്കാൻ റഹ്മാനായ പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് തരട്ടെ. എപ്പോഴും നമ്മൾ ആ ഒരു തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ മറന്നുപോകരുത്, ഒരിക്കലും ആ ഭാഗം നമ്മൾ മറന്നുപോകരുത്. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്ന 2 കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ദുആരക്കാം. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഫാത്തിമ, നിന്റെ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് നീ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം ഫാത്തിമ. തഹാബു വ തഹാദു, സമ്മാനം കൊടുക്കണം. സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും സ്പെഷ്യൽ, ഒരു വീട്ടിൽ ഒരു ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് എന്റെ ഇക്കാക്ക് ഇതാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കി കൊടുക്കും. ഇല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഹജ്ജിന് പോയിട്ട് വന്നു, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നു, പെട്ടി തുറന്നു വെച്ച് നിനക്ക് എന്ത് വേണം, അപ്പോഴേ മനസ്സിൽ ഓർമ്മിക്കണം ഇതെന്റെ ഭർത്താവിനാന്ന് പറഞ്ഞ് ഒരു അത്തറോ എന്തെങ്കിലും, ഒരു മുണ്ടോ ഒരു വാച്ചോ എന്തെങ്കിലും. ഞാൻ ഒരു സദസ്സിൽ ഒരു വാച്ച് ലേലം ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ലേലമൊക്കെ ഉള്ള വാച്ചിന്റെ സദസ്സ്.
ലേലം ചെയ്തപ്പോ ആ വാച്ച് 18 രൂപയ്ക്കോ 19,000 രൂപയ്ക്കോ ഒരു സഹോദരി പിടിച്ചെടുത്തിട്ട് എന്താ എഴുതി തന്നെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എന്റെ ഭർത്താവ് ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം ഗൾഫിൽ നിന്ന് എനിക്ക് കൊണ്ടുതരാം. പക്ഷേ എന്റെ ഭർത്താവിന് തിരിച്ച് ഞാനൊരു സമ്മാനം കൊടുത്തിട്ടില്ല. അങ്ങനെ തിരിച്ചെന്റെ ഭർത്താവ് ഇനി ഗൾഫിൽ നിന്ന് വരുമ്പോ എനിക്ക് കൊടുക്കാൻ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് ഇത് എന്ന് ആ സഹോദരി പറഞ്ഞു. എന്റെ ഭർത്താവിന് തിരിച്ചു കൊടുക്കാനുള്ളത്. എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഭർത്താക്കന്മാർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ളത്, ഏറ്റവും അധികം കൊടുക്കാനുള്ളത് ദുആ മാത്രമാണ്. നിങ്ങളുടെ ദുആ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആവശ്യം. ഒരു സഹോദരൻ സൗദിയിൽ നിൽക്കുന്നുണ്ട്. 6,200 രൂപ ശമ്പളം. ഇവിടുത്തെ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, എല്ലാം ചെയ്യണം. ഞാൻ ചോദിച്ചു, ഇത് നിർത്തിയിട്ട് എന്റെ നാട്ടിൽ പോവാത്തത്? 3 വർഷമായി നാട്ടിൽ വരാതെ ഇവിടെ നിൽക്കും. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാൻ, ഞാൻ പോണമെന്നുണ്ട്, എന്റെ ഭാര്യയും മക്കളും ഒക്കെ വലിയ സങ്കടത്തിലാണ്, അവർക്ക് ഈ കാശൊന്നും ഒന്നിനും തികയത്തില്ല. 6,200 എന്തിനു തികയും? ഒന്നിനും തികയില്ല. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് എന്തിനെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട കഫീല് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ചയുടന്ന് വിശുദ്ധമായ ഹറം ഷരീഫിൽ പോയി ജുമാ നിസ്കരിക്കാൻ എന്നെ അനുവദിക്കുന്നതാണ്. ആ ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു സന്തോഷമുണ്ടല്ലോ, എന്റെ നാട്ടിൽ പോയാൽ എനിക്ക് കിട്ടില്ലല്ലോ. മാസത്തിൽ ഒരു ദിവസം എന്റെ മണവാളൻ കിടന്നുറങ്ങുന്ന പരിശുദ്ധ മദീന അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലുറങ്ങും പ്രവാചകരെ, മദീനത്തെ മാടപ്പിറാവുകളെ, പാറിപ്പറക്കും മിനാരമിലെ. മാസത്തിൽ ഒരു ദിവസം മിക്ക റസൂലുള്ളാഹി മദീനയുടെ മിനാരത്തിന്റെ ചോട്ടിൽ പോകാം, കുബ്ബയുടെ അടുത്ത് പോകാം. വീട്ടിൽ പോയാൽ എനിക്കതിന് കഴിയില്ലല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രയാസമില്ലേ? എന്ന് മക്കയിൽ മദീനയിലും എന്ന് വരെ പോകാൻ പറ്റോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലവിന് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അവിടെ പോയി എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എന്റെ ഭാര്യ ഫോൺ വിളിച്ചു പറഞ്ഞു എന്ന് സ്വാലിഹത്തായ ഭാര്യയെ കുറിച്ച് പറഞ്ഞു പോരെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് ഗൾഫ് രാജ്യത്ത് കഴിയുന്ന ഭർത്താക്കന്മാര് മുഴുവനും കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുന്നവരാ. നിങ്ങളോട് പറയണില്ല എന്ന് മാത്രം. ഫോൺ വിളിക്കുമ്പോ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ്, ജോലിയൊക്കെ റാത്ത, ശരീരത്തിന് ബുദ്ധിമുട്ട് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോ വലിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കും, ചിലപ്പോ വലിയ കഷ്ടപ്പാടിലായിരിക്കും, ചിലപ്പോ വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കും. നിന്നതൊന്നും അറിയിക്കുന്നില്ല. ഒരു സഹോദരന് അവിടെ പോയിട്ട് ഈ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന രോഗം, ശരീരം നിറച്ച് വെള്ളം നീര് വന്ന് പൊക്കിള് പോലെ ഇങ്ങനെ കെട്ടി വന്നിട്ട് അതിങ്ങനെ പൊട്ടിപ്പോകുന്നു. ചൂടുപനി, അതിനാണ് ഇവിടെ പറയുന്നത്, നാടൻ ഭാഷ ചൂടുപനി. ഈ രോഗം വന്നാൽ പിന്നെ ആര്യവേപ്പിന്റെ ഇലയൊക്കെ ഇങ്ങനെ വിരിപ്പിലിട്ട് ചൂട് വരാതെ ഇങ്ങനെ കിടക്കണം. ഇതൊക്കെയാണ് സാധാരണ നാടൻ ശൈലിയിലുള്ള രീതിയും ചികിത്സയൊക്കെ. എത്ര പേര് കൂടെ നിൽക്കണം, എന്തെല്ലാം ചെയ്തു കൊടുക്കുക, വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസം. ഈ രോഗം വന്നപ്പോഴാണ് ഗൾഫ് ജീവിതത്തിൽ ഞാൻ ആദ്യം കരഞ്ഞത് എന്നൊരു സഹോദരൻ പറയാം. അദ്ദേഹം പറയുന്നു, ഈ രോഗം വന്ന് 2 ദിവസം ജോലിക്ക് പോയില്ല, 3ന്റെ അന്ന് കഫീല് വന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയി. ആ സഹോദരനെ ഈ അറബികള് ഷാളിന്റെ മുകളിൽ ഇങ്ങനെ ഇടുന്ന ഒരു സാധനമുണ്ട്, വട്ടെന്നോ തട്ടെന്നോ എന്താ പറയാ, അതിട്ട് ഉപദ്രവിച്ചു. ആ സഹോദരൻ പറയാണ്, എന്റെ വീടിന്റെ അവസ്ഥ ഞാൻ ഓർമ്മിച്ചുപോയി, എന്റെ ഭാര്യയെയും എന്റെ ഉമ്മയെയും കുറിച്ച് ഞാൻ ചിന്തിച്ചുപോയി. പനി വന്നാൽ എന്റെ ഉമ്മച്ചി എന്റെ അടുത്തൊന്നും മാറാതെ എന്റെ കൂടെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കതിനൊന്നും കഴിഞ്ഞില്ല. ഈ രോഗം വന്നൊരു കൂട്ടുകാരന്റെ സഹായം പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 2 ദിവസം അങ്ങനെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്നിട്ട് 3ന്റെ അന്ന് അറബിയുടെ അടികൂടി കിട്ടിയപ്പോ വല്ലാതെ കരഞ്ഞുപോയി. നിങ്ങളോട് പറയാതെ, നിങ്ങളെ അറിയിക്കാതെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും മൂടിവെച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കഴിയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ടെന്നറിയോ? അവരുടെ പൊരുത്തത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ജീവിക്കണം. അവരുടെ കണ്ണീർ, അവരുടെ ശാപം നിങ്ങൾ ഏറ്റുവാങ്ങരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഭർത്താവിന് ഭാര്യമാർക്ക് കൊടുക്കാനുള്ള സമ്മാനം അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്.
അവസാന കാര്യം അള്ളാന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, എന്നു മരണപ്പെട്ടാലും പൊന്നുമോളെ ഭർത്താവിന്റെ പൊരുത്തത്തോടെ മാത്രം മരിക്കണേ. ഈ വാക്കിൽ നിന്നു തന്നെ എന്തു മനസ്സിലായി? രണ്ടുപേരിൽ ആദ്യം മരിക്കുന്നത് ഫാത്തിമയാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ ജീവിതത്തിൽ ആദ്യം മരിക്കുന്നത് ഫാത്തിമ ബീവിയാണെന്ന് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. നീ മരിക്കുമ്പോ ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഇവിടെ പൊരുത്തം വാങ്ങി മരിക്കണം. അങ്ങനെ തന്നെ മരിക്കുമെന്ന് നേരത്തെ തന്നെ അത് അറിയിപ്പ് വന്നതാണ്. അയ്യുമാ ഇംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭർത്താവിന്റെ പൊരുത്തത്തോടെ ഒരു പെണ്ണു മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പിന്നെ ഒരു തടസ്സവുമില്ല. ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ചിട്ട് ഇന്ന് നിങ്ങൾ വെറുതെ ഒരു പൊരുത്തം ചോദിക്കൽ നടത്തിയാൽ പോരാ, ജീവിതത്തിൽ മനസ്സു തുറന്ന് നിന്റെ ഭർത്താവിനോട് പറയാൻ കഴിയണം. ഭർത്താവിനോട് ആരും കേൾക്കണ്ട, ഉമ്മായും വാപ്പയെന്ന് കേൾക്കണ്ട, നാണക്കേടാണ് കേൾക്കണം. ഭർത്താവ് മാത്രം, മക്കളും കേൾക്കണ്ട, ഭർത്താവിനോട് മാത്രം. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി. വഫാത്തിന് തൊട്ടു മുമ്പ് ഫാത്തിമ ബീവർ പല കാസറ്റിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്, കുടുംബജീവിതത്തിന്റെ കാസറ്റിലൊക്കെ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ഞാൻ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ. അതിൽ അറിയാലോ, മരണപ്പെടുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു മടി കിടന്നുകൊണ്ട് പറഞ്ഞതാ, എല്ലാം പൊരുത്തപ്പെട്ട് തരണം, ഞാൻ പാവപ്പെട്ടവളാ, ഒരുപാട് നിങ്ങൾ പ്രയാസപ്പെടുത്തി. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനല്ലേ പൊരുത്തം ചോദിക്കാനുള്ളത്, സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് നല്ല സമ്പന്നര് കൊണ്ടുപോകാൻ പോയ നിന്നെ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പിടിച്ചു തന്നു. എത്ര ദിവസം അടുപ്പിൽ തീ പോയാതെ നമ്മൾ പട്ടിണി കിടന്നു, കാരക്കയുടെ ചീന്തുകൊണ്ട് 3 ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ചു. ഇതൊക്കെ പറഞ്ഞു കരഞ്ഞു, പൊരുത്തം ചോദിച്ചു, മരണപ്പെട്ടു. ഇങ്ങനെ ഒരു പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സലാത്ത് ചെല്ലണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്.